ഹായ് ഹലോ അപ്പോൾ ഇന്നൊരു എന്താ പറയുക ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാർച്ചിലോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഞാൻ ലോങ് വീഡിയോ ഇട്ടത്. പിന്നെ അതിന് ശേഷം ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ മടിയാണ് കേട്ടോ. പിന്നെ ഈ എന്താ എടുത്തിടാനുള്ളത് എന്നുള്ള ഒരു ഇതിലങ്ങനെ ഇടാണ്ടിരിക്കലാണ് പതിവ്. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ജസ്റ്റ് എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയും പിന്നെ എന്താ പറയുക എങ്ങനെ പോകണു എന്നുള്ളൊക്കെ ആ ഒരു ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ എണീച്ചതും കുളിയൊക്കെ കഴിഞ്ഞു. രാവിലെ നേരത്തെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് മരുന്ന് കുടിക്കാണ്ടായിരുന്നു. അപ്പോൾ മരുന്നൊക്കെ കുടിച്ച ശേഷം ഞാനിതാ കിടന്ന എന്താ പറയുക കിടക്കത്തെ വിരിപ്പും ഇതൊക്കെ മാറ്റുകയാണ് കേട്ടോ. 3 ദിവസം കൂടുമ്പോൾ ഞാൻ വിരിപ്പ് മാറ്റും. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് അതിൻ്റെ കളർ ഇങ്ങനെ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിരിക്കും കളറ്. വാഷിംഗ് മെഷീനിൽ പൊതുവേ തുണികളിടുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് കട്ട കുത്തിയിട്ടേ അങ്ങനെ. പിന്നെ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 1 വർഷമൊക്കെ കഴിഞ്ഞു പോകുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ വിരിക്കണ ഈ ഒരു വിരിപ്പും എന്താ പറയുക മീഷോന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൾ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. ഇന്നലെ ഫുള്ള് നിൽക്കേണ്ടി വന്നു. അപ്പം എന്താ പറയുക ഇങ്ങനെ കുമിഞ്ഞിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്നെക്കൊണ്ട് പറ്റണ പോലെ അരിച്ചരിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്യും. പിന്നെ ഉമ്മ ദോശ ചുട്ടുന്നുണ്ടായിരുന്നു. രാവിലെ മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ ദോശയാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ഉമ്മാക്കും വയ്യാത്തതാണ്, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പപ്പണി ദോശയാണല്ലോ. മാവ് കുറച്ച് അധികം അരച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കുക. അപ്പം ദോശയൊക്കെ എന്താ വെള്ളപ്പയർ കറി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണത് തലേ ദിവസത്തെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ റസ്ലുദ ഈ ഒരു ബോട്ടിൽ എനിക്ക് വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നു. ഈ ഒരു ബോട്ടിലുള്ളതുകൊണ്ടേ ഇപ്പോൾ കുറച്ച് അധികം വെള്ളം കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ വെള്ളമേ കുടിക്കില്ല. ഭക്ഷണം കഴിച്ചാലും കുടിക്കില്ല, കഴിച്ചിട്ടില്ലെങ്കിലും കുടിക്കില്ല അവരില്ലേ, അതായിരുന്നു അവസ്ഥ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ടാണ് പോണത്. കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അത് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതേ ഇങ്ങനെ നിന്നിട്ട് ചെയ്യണ അത്ര പോലും എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അത് പറഞ്ഞാൽ ആ കട്ടിൽ നിന്ന് എണീച്ച് നിൽക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പം അതൊന്നൊക്കെ അൽഹംദുലില്ലാ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഉമ്മ അവിടെ നിന്ന് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ, നീ അവിടെ വെച്ചിട്ട് പോയിക്കാന്ന്. ഉമ്മാക്കും പെട്ടെന്ന് എന്താ പറയുക ഇങ്ങനെ നടന്ന് ഓടി വരാനൊന്നും പറ്റൂല. ഉമ്മാക്കും കാലിനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മെല്ലതാ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. എനിക്കാണെങ്കിലോ കുറച്ച് പൊടി കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പോയി കിടക്കാനും ഒരു സമാധാനം ഉണ്ടാവില്ല. മിക്ക വീട്ടമ്മമാർക്കും തന്നെ ആയിരിക്കില്ല അവസ്ഥ. അതെന്താണെന്നറിയില്ല. എനിക്ക് ഈ സിങ്കിൽ പാത്രം ഇട്ടിട്ട് പിന്നെ അവിടെ പോയി വർത്താനം പറഞ്ഞിരിക്കാനോ വലിയ മിണ്ടാണ്ട് കിടക്കാനോ അങ്ങനെയൊന്നും തോന്നൂല. കുറച്ച് കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റണ പോലെ അത് അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ആ പാത്രം കഴുകി വെച്ചിട്ട് നേരെ പോയി കുറേ നേരം കിടന്നു. ഉറങ്ങലൊന്നുമില്ല, കിടന്നും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കഴിച്ചു കൂട്ടണം. ഒരുപാട് നേരം നിൽക്കാനും നടക്കാനൊന്നും പറ്റണില്ല. പക്ഷെ ഇമ്പ്രൂവായി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക ഫുഡ് കഴിക്കാൻ സമയപ്പോൾ ഞാൻ കിച്ചണിലോട്ട് വന്നു. ഉമ്മ മീനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും കറി എല്ലാ പണിയും ഉമ്മ തന്നെ കേട്ടോ ചെയ്യണത്. ഞാനിങ്ങനെ അരിച്ച് എന്നെ കൊണ്ട് പറ്റണ പോലെ കിച്ചണിലോട്ട് വരുമ്പോൾ ഇത്തിരി പാത്രം എന്തെങ്കിലും കഴുകി കൊടുക്കുന്നല്ലാണ്ട് ബാക്കിയൊന്നും ചെയ്യണില്ല. അപ്പോൾ പിന്നെ ചോറെടുത്തു. വെള്ളപ്പയർ കറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മീൻ മുളകിട്ടത് നാളത്തേക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി വെച്ചു കേട്ടോ. മീൻ കുറച്ച് നല്ല അയില കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള അയിലായിരുന്നു കേട്ടോ. എന്താ അയില പൊരിച്ചു. അയില പൊരിച്ചിട്ട് പിന്നെ നമ്മുടെ അടുത്ത് തന്നെയാണ് എളാമാൻ്റെ വീട്. അപ്പോൾ എളാമ അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് കൊള്ളി ചമ്മന്തി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഫസ്റ്റ് വെച്ചത്. അപ്പോൾ ഒരു മീനും എടുത്തിട്ട് ഞാനിതാ പോയി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ എൻ്റെ അസുഖം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ ഡിസ്ക് ബൾജ്. അത് എത്രയോ സെൻറ്റിമീറ്റർ അധികമായിട്ട് നമ്മുടെ എന്താ പറയുക കാലിലേക്ക് പോകണ നരമ്പിൽ മുട്ടിയിട്ടുള്ള നല്ല പെയിനാണ് കേട്ടോ. പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഡിസ്ക് ബൾജ് എന്താ ഇപ്പം എത്ര പെയിൻ. പക്ഷെ എന്തായാലും നമുക്ക് എണീച്ച് നിൽക്കാൻ പറ്റില്ലടോ, എണീച്ച് നിൽക്കാൻ പറ്റില്ല, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതൊന്ന് കുറച്ച് നേരം നടക്കുമ്പോഴത്തേനും നമുക്ക് പെയിൻ വന്നിട്ട് ആ പെയിൻ നമുക്ക് എന്താ പറയുക താങ്ങാൻ പറ്റില്ല എന്ന് പറയില്ലേ, നമ്മൾ കുഴഞ്ഞു പോകുന്നൊരവസ്ഥ എന്ന് പറയില്ലേ, അതാണ് സിറ്റുവേഷൻ. അയ്യോ കുറേ അനുഭവിച്ചു. കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് വരുത്തി വയ്ക്കാൻ കാരണം ഞാൻ തന്നെയാണ്. എന്നോട് ഫെബ്രുവരി ആ ഒരു ടൈമിലായിരുന്നു MRI എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത്ര പ്രശ്നം ഉണ്ടെങ്കിലും കാലിലോട്ട് ഇറങ്ങണ വേദന ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക്. അന്ന് ഞാൻ MRI എടുക്കാൻ പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് കരഞ്ഞിട്ട് MRI വേണ്ട, MRI എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുക്കാണ്ടാക്കി. എൻ്റെ വേദന ഇഞ്ചക്ഷനൊക്കെ വെച്ച് മാറിയപ്പോൾ ശരിക്കും ഞാൻ അന്ന് എടുത്തിരിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഇത്രയും ബൾജ് ആയിട്ടുണ്ടാവില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാരണം ഞാനത് എടുത്തുമില്ല. വേദന മാറിയപ്പോൾ പിന്നെ വർക്കിന് പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ വർക്കിന് കണ്ടിന്യൂസ് ആയി പോയി തുടങ്ങി. അപ്പോൾ വർക്ക് മീൻസ് വലിയ എന്താ പറയുക ഭാരമുള്ള വർക്കൊന്നും അല്ല, എങ്കിലും ഈ കുമിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഫയലൊക്കെ എടുക്കണമെങ്കിൽ താഴത്തെ ഡ്രോയിൽ കുമിഞ്ഞിട്ട് തന്നെ എടുക്കണം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കാം അപ്പം മൊത്തത്തിൽ എന്താ പറയുക ഞാനിങ്ങനെ കൊളായിട്ട് നിൽക്കുന്നത്. ഒരുപാട് ഇടങ്ങറായിട്ടോ. അയ്യോ ഇതുള്ളവർക്കറിയാം ഇതിൻ്റെ കാഠിന്യം എത്രയാണ്, ഇതിൻ്റെ വേദന എന്ന്. പിന്നെ ഒരു വേദനയും ചെറുതല്ലടോ. നമുക്ക് വേദന വരുമ്പോൾ നമ്മൾ വിചാരിക്കും പടച്ചോനെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ വേദനയൊന്നും കൊടുക്കല്ലേ അല്ലാന്ന് വിചാരിച്ചു പോകും. അത്രയും പെയിനാണ്. അപ്പോൾ അൽഹംദുലില്ലാ അതിന്നൊക്കെ ഇതാ ഇത്തിരി വ്യത്യാസം വന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മാറിയെന്നും ഇതെവിടെ പോയിട്ടാണ് മാറിയെന്നൊക്കെ എനിക്കാദ്യം സ്വയം ബോധിച്ചിട്ട് വിശ്വാസം വന്നാലേ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ഒരിതുള്ളൂ. പിന്നെ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ചിലവർക്കിപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് മാറിയിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്ന ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് മാറണമെന്നില്ല. ഓരോരുത്തർക്ക് ഓരോ ഇതാണല്ലോ. അപ്പോൾ എന്തായാലും ഞാനത് ഫുൾ വീഡിയോ ചെയ്യുക, കാരണം ഞാൻ ഫുള്ളായിട്ടൊന്ന് ഇമ്പ്രൂവ് ആവട്ടെ. പിന്നെ ഇതാ മെഷീനിൽ കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാനോട് ഡെയിലി ഉള്ള തുണികൾ ഡെയിലി മെഷീനിൽ ഇടാൻ പറയുകയാണ്. കാരണം ഒരുപാടായിട്ട് പിന്നെ അത് തിരിച്ചെടുക്കൽ നമ്മുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അത് ഒരുപാടായിട്ട് എന്താ പറയുക തുണിയൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ കട്ട് ഊത്തിയിട്ട്. അപ്പോൾ അന്നുള്ളത് കഴുകിയിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പ്രയാസമില്ലല്ലോ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഇതാ ചായ കൂടിയൊക്കെ നിർത്തണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ കുറച്ചേ കുടിക്കണുള്ളൂ. കപ്പ് വലുതാണെങ്കിലും അതിലൊരു 1/4 ഗ്ലാസ്സൊക്കെ കുടിക്കണുള്ളൂ. ഇക്കതാ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്നാൾക്ക് നൈറ്റാണ്. അപ്പോൾ ക്യാമറ ഇതാൾ കണ്ടിട്ട് പറയണം കേട്ടോ മര്യാദയ്ക്ക് അതങ്ങോട്ട് ഓഫാക്കിക്കോ എന്ന് പറയണം കേട്ടോ. ആൾ വീഡിയോ എടുക്കാൻ എല്ലാത്തിനും സപ്പോർട്ടാണ്. പക്ഷേ ഉണ്ടല്ലോ എന്താ പറയുക അങ്ങനെ എല്ലാ ദിവസത്തിനൊന്നും തരില്ല. പിന്നെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അടിച്ചു വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അനിയത്തി ഇവിടെ അടുത്ത് തന്നെയാണ്. ഇക്കാൻ്റെ എളാമാൻ്റെ മോനിക്കാണ് കേട്ടോ എൻ്റെ സ്വന്തം അനിയത്തിനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവളെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ അവളെ ഇടയ്ക്കൊന്ന് വന്നിട്ട് അടിച്ചൊക്കെ വാരി തരും. പിന്നെ എന്തെങ്കിലും കുറച്ച് പാത്രമൊക്കെ കഴുകണമെങ്കിൽ അതൊക്കെ ചെയ്തു തരും. ഇപ്പോൾ ദിവസം വരുമ്പോൾ ഇക്ക പോപ്കോൺ പാക്കറ്റുകൾ വാങ്ങിയിട്ട് വരും. അപ്പോൾ ഇതാ അനിയത്തിനെ കണ്ടപ്പോൾ മോനെ അതൊന്ന് ഉണ്ടാക്കി തരാൻ പറഞ്ഞതാണ്. അപ്പോൾ അവളിതാ പോപ്കോൺ ഉണ്ടാക്കുകയാണ്. കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഈ വാങ്ങണ പോപ്കോണിന് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ വാങ്ങിയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. അല്ലെങ്കിൽ ഇതാ ഫോണും കൊണ്ട് ഇരിക്കുന്നുണ്ട്. അവളോടൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് പറയുന്നതാണ്. അനിയത്തിൻ്റെ മോളാണ്, എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഉമ്മക്കും കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പോപ്കോണൊക്കെ കഴിച്ചു. കുട്ടികൾ കളിക്കാൻ തുടങ്ങി. ഇവരൊക്കെ വരുമ്പോഴാണ് കുറച്ച് സമാധാനം. കാരണം ഈ വീട് വിട്ടിട്ട് പുറം ലോകം കണ്ടിട്ട് കുറേ ദിവസമായി. ഈ കട്ടിൽ ഞാൻ പിന്നെ അത്യാവശ്യം ബാത്റൂമിലേക്ക് എണീക്കും, അത്ര തന്നെ. പുറത്ത് പോക്ക് ഒന്നുമില്ലല്ലോ. ഞാനും അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്ന ഒരാളല്ലല്ലോ. അതുകൊണ്ട് ചെറിയൊരു പ്രയാസം. പിന്നെ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒതുങ്ങിയിരിക്കുക തന്നെ വേണ്ടേ. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും വെള്ളപ്പയറേറിയും പിന്നെ ഇഡ്ഡലിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് രാത്രിത്തെ ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മെല്ലെ കഴുകി വെച്ച ശേഷം എന്താ ഞാൻ മരുന്ന് കുടിക്കലൊക്കെയാണ്. ഞാനൊരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങി കുറച്ച് എന്താണ് വയ്യാണ്ടായത്. പിന്നെ അതൊന്നും ഉപയോഗിക്കലുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് ഇതാ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് എന്താ പറയുക മരുന്ന് കുടിക്കാൻ പോവുകയാണ്. മരുന്ന് രാവിലെ ഒരു നേരവും പിന്നെ രാത്രിയും പിന്നെ തൈലം ഉണ്ട് തേക്കാനുള്ളത്. തൈലെന്ന് പറയണ്ട, അത്രേ ഉള്ളൂ. തൈലക്കുപ്പീൻ്റെ വലിപ്പം ചെറിയൊരു തൈലക്കുപ്പിയാണ്. അത് നമുക്ക് വേദനയുള്ള ഭാഗത്ത് മാത്രം തേക്കാൻ. മരുന്ന് ഇതൊരു പൊടിയാണ് കേട്ടോ. ഈ ഒരു പൊടി നമ്മൾ തേനിൽ ചാലിച്ചിട്ടാണ് കുടിക്കേണ്ടത്. ഇത് ആയുർവേദമാണോ എന്താണോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ആയുർവേദമാണ് പറഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഈ പൊടി കഴിക്കുമ്പോൾ തോന്നുന്നത് ആയുർവേദമാണോ എന്ന്. എന്നാൽ രാവിലത്തെ ആ ഒരു കഷായം പോലത്തെ സാധനം കുടിക്കുമ്പോൾ ആയുർവേദമാണെന്നും തോന്നും. എന്താണെന്നറിയില്ല. എന്തായാലും ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് എനിക്ക് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ വേറെ അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോയിൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല എന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്താ പറയുക കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ജോലിയൊക്കെ നിർത്തി. ഈ ഒരു അസുഖം കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ടൊക്കെ ഇപ്പോൾ കുറേ റെസ്റ്റ് ആയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിസൈൻ ലെറ്ററൊക്കെ കൊടുത്തിട്ടാണ് ജോലിയിൽ നിന്ന് ഇറങ്ങിയത്. എന്നോട് കുറേ പറഞ്ഞു പോണ്ട, മാറിയിട്ട് വന്നാൽ മതി എന്നൊക്കെ. പക്ഷേ ഒരു സ്ഥാപനമല്ലേ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കാരണം അത് എൻ്റെ എപ്പം മാറും പറഞ്ഞിട്ട് എൻ്റെ വേദന മാറണ വരെ ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അതുകൊണ്ട് ഞാൻ ജോലിയൊക്കെ നിർത്തി. ആദ്യമൊക്കെ ഈ മരുന്ന് കുടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വയലോട്ട് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇതെന്താണെന്നറിയില്ല, ഇതിൻ്റെ നമ്മൾ കുടിച്ചിട്ട് ഇപ്പോൾ അതങ്ങനെ ഒഴിക്കുമ്പോൾ അത്ര വലിയ പ്രയാസം തോന്നുന്നില്ല. നിങ്ങളിത് കാണുമ്പോൾ ഐസ്ക്രീം കോരി തിന്നണ പോലെ ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നുമല്ല, നല്ല പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്തോ പറയില്ലേ, എന്തിനോടെങ്കിലും അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ അതിനോട് ലയിച്ചത് ചേരും പറയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ മരുന്ന് കുടിക്കുമ്പോൾ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ എന്താ പറയുക റൂമൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. കാരണം എണീക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക കുറച്ച് അടുക്കി പെറുക്കാനും ഇതൊക്കെ ഉണ്ട്. മെല്ലെ ഓരോ ദിവസം കൂടുന്തോറും ഇമ്പ്രൂവ്മെൻ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ വേണം ഒന്നെല്ലാം സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ റസ്ലുവിനോട് ഞാൻ മരുന്ന് കുടിച്ചതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ പറഞ്ഞതാണ്. ചില സമയത്ത് പറഞ്ഞ പോലെ എല്ലാം ചെയ്യും കേട്ടോ. ചില സമയത്തുണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം വരും. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.